എനിക്ക് ഈ കോളനി അറിയാം. നിന്റെ അപ്പൻ വെട്ടുകാടനെയും. അയാളെ കൊന്നത് രാഘവനും വേലായുധനും കൃഷ്ണനും വാസുവുമാണെന്നും അറിയാം. പക്ഷെ ആരും സാക്ഷി പറയുന്നില്ല, പറയേമില്ല. അതാ ഈ കോളനി. സത്യവും നീതിയും എന്നതിനേക്കാൾ അവര് വില കൽപ്പിക്കുന്നത് കാലാകാലത്ത് വരുന്ന ദാതാമാരെയാ. അഥവാ ഞാനെന്തെങ്കിലും മുൻകൈയെടുത്തെന്ന് വെക്കുക, നിനക്കറിയാമല്ലോ, എനിക്കൊരു കുടുംബമുള്ളതാ. ആ വാസുവിന്റെ 2 കാലും പോയെന്നാ കേട്ടത്. ഇനി ഒന്നിനും കൊള്ളില്ല, ഇഴഞ്ഞു നടക്കാനേ ആവൂ. അല്ല, അവനത് അർഹിക്കുന്നു, ശരിയാ. പക്ഷേ കൊല്ലും കൊലയും നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. വെട്ടുകാടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്തത് അച്ഛനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാ അടി നടക്കുന്നുണ്ടെന്ന് ആളുമെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇടപെടാത്ത, കേസെടുക്കാത്ത. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ചാത്തൻ കാളനി നിന്നെ 2 കൈയും നീട്ടി ദത്തെടുക്കും, ദാതയായിട്ട്. പക്ഷേ ജീവിക്കാൻ നിനക്ക് പറ്റുകയല്ല. നിന്റെ മനസ്സ് അങ്ങനാ. നീ പോയിട്ട് എല്ലാം മറന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. അപ്പൻ ചത്തു കഴിഞ്ഞപ്പോ കേറി വന്നിരിക്കുന്നു. എന്നാത്തിനാ? ഭാഗം പറ്റാനോ? അയാള് നിന്റെ പേരിൽ ഈ വീടും പറമ്പും എഴുതി വെച്ചെങ്കിലേ അതെന്റെ കയ്യിൽ എടുക്കാന്ന് നീ കരുതണ്ട. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ ചേട്ടന്റെ മനസ്സ് മടുപ്പിക്കാൻ. അയ്യടാ, ഇവൻ എപ്പോഴാണ് നിന്റെ ചേട്ടനായത്? മിണ്ടി പോര്, ആഴ്ച കാണിഞ്ഞ പൊട്ടിക്കും. ഇപ്പൊ എന്നാത്തിനാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവന്മാര് കുത്തി കൊല്ലുന്നതിന് മുൻപ് ഈ ശകുനത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് അങ്ങനെ പടിയിറങ്ങിയത്. അപ്പോഴും ഞാൻ കരുതി ഇതിന് നിങ്ങളുടെ ഔദാര്യം വേണ്ട. വേണോ? നിങ്ങളുടെ സ്വത്തും സ്വർണ്ണം ഒന്നും വേണ്ട എനിക്ക്. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ചിതയിലേക്ക് എടുക്കും മുമ്പ് വരാൻ കഴിഞ്ഞില്ല. പിന്നെ വന്നു ഇവളെ കാണാൻ. ഇപ്പൊ കണ്ടല്ലോ, ഇനി കണ്ടേക്കരുത്. ഇറങ്ങിപ്പോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. 2 ദിവസമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അതാണ് ഞാനും പറയുന്നത്. ഇത്രയും നടന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? പിന്നെ ശാരദ കൊച്ചിനെങ്ങാനും അവന്മാര് കാര്യം പറഞ്ഞ മോൻ തലേ കയറരുത്. നിന്നെ പോലെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിലേ ആ വേലായുധനും രാഘവനും എല്ലാം ഈ ചാത്തൻ കോളനി എന്നുള്ളത് ചാത്തൻ കുളവാക്കും. ഇന്നലെ തൊട്ട് ചന്തയിൽ പിരിവും തുടങ്ങി അവന്മാര്. നീ എവിടെയും പോകണ്ട മോനെ. ഒന്നുമില്ലേ, അച്ഛനെ പോലൊരു മോനെ കാണാമല്ലോ. നിനക്കറിയൂ, ഇതുപോലെ ആയിരുന്നു നിന്റെ അച്ഛനും. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് ഇവിടെ പിടിച്ചു നിർത്തി. പിന്നെ അങ്ങോട്ടൊരു കയറ്റായിരുന്നു. നീ എങ്ങോട്ടും പോണ്ട മോനെ. എങ്ങനെ ജീവിക്കുമെന്നാവും നീ പോലും അറിയാതെ അത് നടന്നോളൂ. നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ചെറിയമ്മയുടെ കൂടെ ഇനി താമസിക്കാന്ന് വെച്ചാ? അല്ല, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. അതിന് നമ്മള് വാസുപിള്ളയുടെ വീടില്ലേ? ഇനി ആലോചിക്കാനൊന്നുമില്ല. ഭരതൻ പോകുന്നില്ല. ഭരതൻ കുഞ്ഞ് വരും വരും പറഞ്ഞ് ഞാൻ കാത്തിരിക്കായിരുന്നു. മോളെ ആനന്ദം, ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ.
മൂസ വന്ന് പറഞ്ഞപ്പോ തൊട്ട് മോള് തൂക്കലും തുടക്കലായിട്ട് ഓവർ സ്പീഡായിരുന്നു. അതെ, വാസുവിളച്ചേട്ടൻ ട്രാൻസ്പോർട്ടിലെ പഴയ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ ആനന്ദത്തിനെയോ വിളിച്ചാ മതി. ഭരതേട്ടൻ നേരെ നോക്ക്, പെണ്ണുകാളിലൊന്നും അല്ലല്ലോ പോലെ. അയ്യോ, ഞങ്ങളുടെ ഭാഗ്യമാ ഭരതേട്ടൻ ഇവിടെ താമസിക്കാൻ വന്നത്. ഇപ്പം ഭാഗ്യം. അത് നീ ആയിട്ട് നിർഭാഗ്യാക്കരുത്. എന്നാ നമുക്ക് പോവാ. കുഞ്ഞാശം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നാ വരട്ടെ. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലാ. ഇനി ഭരതം കുഞ്ഞിന്റെ ശാപ്പാട് ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ ഷാപ്പിന്ന് കൊടുത്തയക്കാം. ദേവസ്യാച്ചന് ഷാപ്പിന്ന് വരാൻ പറ്റാത്തോണ്ടാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. പോട്ടെ. ഓ, അയ്യോടി, ഞാൻ നൽകിയിട്ടുണ്ട് വന്നിരിക്കുന്നു. ഭരതേട്ടന് അതൊന്നും കഴിക്കണ്ട. ഞാൻ വെച്ച് വിളമ്പിയാലെന്താ, പിടിക്കില്ലെന്നുണ്ടോ? എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇവളുണ്ടാക്കി തരും. ഓടും കറിയും പിന്നെ ഭരതേട്ടന് മുകളിൽ മുറിയിരിക്കിട്ടുണ്ട്. ആനന്ദം പൊയ്ക്കോളൂ, ഞാൻ അല്പം കഴിഞ്ഞ് കിടന്നോളാം. ശരി മാറ്റാ. എന്തോ ഒരു ഇടിയാണിന്റെ അല്ലോ. തെങ്ങ് ചാടിക്കേറി ബലത്തേക്കാളുണ്ട് ഒരൊറ്റ ഇടിയാ. അതാ കെടുക്കുന്ന തലയങ്കിഷ്ടം താഴെ. മോനാണെങ്കിലും വെട്ടുകാരനേക്കാൾ ഉശിരുള്ളവനാ. ഓന്റെ ആ മുടി പിന്നോട്ട് തട്ടിയിട്ടൊരു അടിയുണ്ട്. അതൊന്ന് കാണേണ്ടി തന്നെയാ. ഓൻ ഈ കോളിനൊന്ന് കലക്കും. ഉശിരുള്ള ആണുങ്ങളെ അടിക്കുകയും ചെയ്യും കലക്കുകയും ചെയ്യും. നിങ്ങളെ പോലെ പേടിത്തൂറിൽ കൃതുവല്ലം പറഞ്ഞിട്ടുണ്ടാ? ഒരു കത്തിയും കൊണ്ട് നടപ്പാണ്. വലിയ ഉസ്താദെന്ന് പറഞ്ഞല്ലേ ഞമ്മളെ നിക്കാ കഴിച്ച്. നിങ്ങൾ ഈ ജന്മത്തോരുത്തെങ്കിലും ഒരു അടി കൊടുക്കണ കണ്ടിട്ട് ഞമ്മക്ക് മയ്യത്തായാ മതിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടിക്കാളും ഞാൻ. വന്നിപ്പോ ഞമ്മക്കിട്ടുവായോ? ഇത് കണ്ട, അതിനേക്കാ പലതാ ഇത്. ഞമ്മളെടുത്ത് വേറെ കാട്ടണ്ട. ഇതെന്താണ് വിയാത്തു? ഞാനൊരു തമാശക്ക് കത്തിയെടുത്തല്ലേ. നീ അത് കാര്യാക്കിയോ? അല്ലെ നിനക്ക് ഞാൻ കത്തി കയറ്റോ? നീ അതങ്ങോട്ട് കളി. ആ കൊടുവാളാണ്ട് മാറ്റിയെന്ന്. മോന്റെ കൂടെ പടച്ചോനുണ്ടാവും. അയ്യോ, ആ
അവൻ നിന്റെ കൂടെ നടക്കുന്നത് കൊള്ളാം. അവൻ തന്റെ ഉള്ളവനാ. ഈ പേടിച്ചു തൂറി മൂസ എന്തിനാ നടക്കുന്നതെന്നാ എന്റെ സംശയം. ദേ തള്ളേ, കണ്ടോ, ഇതായി അവന്റെ രോഗം. ആരെങ്കിലും എന്തെങ്കിലും സത്യം പറഞ്ഞ ഉടനെ അവന് ചൊറിച്ചിലും വരും, കത്തിയും. വാ വാ. അവനെ തള്ളൻ ഒരു ദിവസം ഞാൻ കൊല്ലും. കൊല്ലും, കൊലത്തും. ഈ കത്തിയേക്കാൾ മൂർച്ചയുള്ള വാളാ തള്ളയുടെ നാക്ക്. എന്നാൽ അന്ന് ആ കറുത്തൊരു ബാക്കി ഓടി കാര്യം. നിൽക്കാം. ഓട്ടോ മോസേ. അപ്പൊ വാ, പോവാം. ഇപ്പൊ തെരുവ് ദാതയായല്ലേ അച്ഛന്റെ വഴിയെ പോകുന്ന മകൻ. ആഗ്രഹിച്ചിട്ടല്ല, അടിച്ചേൽപ്പിച്ചതാണ്. പിന്നെ ഒഴുക്കിനോട് ഒഴുകയാണ്. അല്ലാതെ അന്ന് വീട്ടിൽ വന്നപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ ചേട്ടനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയെ അറിയാലോ. ചേട്ടനെ കാണാൻ ഇറങ്ങിയത് ഞാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണമെന്ന് കള്ളം പറഞ്ഞു. എന്റെ കല്യാണം ആരാ പയ്യൻ? ഈ തെണ്ടിയായിട്ട് എന്താണ് നിനക്ക് പറയാനുള്ളത്? പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിയിട്ട് നിനക്ക് കിന്നാരം പറയണോ അല്ലേ? കൂടെ കഴിയണ വൃത്തിയില്ലേ ആളാടി? അവളോട് വർത്താനം പറഞ്ഞാൽ മതി. ആ നാക്കൊണ്ടെ മോളിൽ മിണ്ടണ്ട. പാണി അല്ല, ഈ തള്ള പറഞ്ഞ തെറി കേട്ടപ്പോ എനിക്കൊരു സംശയം, ഇത് വെട്ടുകാരന്റെ മോൻ തന്നെ ആണോന്ന്. ഞാൻ ഫിറ്റായി പോയി. അതാ വീണ് പോയെ. നിങ്ങള് നോക്കിക്കോളല്ലേ, ആ നാളിയുടെ കൊടലിയാടുക്കും. പതുക്കെ പറ തോമ, അവൻ കേട്ടാ ഇനിയും വന്ന് ചവിട്ടും. നാട് ഭരിച്ച് കുറച്ച് കാശുണ്ടാക്കാനാ കോപ്പ് കെട്ടിയത്. ഇപ്പൊ മലർന്നു കിടന്ന് തുപ്പണത് പോലെയായി. എടാ, ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ എന്റെ കൈ ഒന്ന് നേരെയാവട്ടെന്ന്. കൈ നേരെയായി വരുമ്പോ ചിലപ്പോ അവനെ പിടിച്ച കിട്ടാത്ത നിലയിലാവും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. അവൻ ഇപ്പൊ തളയ്ക്കാൻ നോക്കണ്ട രാഘവ. ഉരുക്കില്ലേ ഉരുക്ക്, അതാ അവൻ. പിന്നെ SI മേനോന്റെ സഹായം കൂടി ആയപ്പോ പറയാനുമില്ല. എടാ, ഈ വേലായുധന്റെ ബുദ്ധിയുടെ അത്രയും വേഗത ആ പയ്യന്റെ കൈക്കില്ല. ആ, ഇതുവരെ കേട്ടതാ, ഇനിയും കേൾപ്പിക്കണ്ട. എങ്കിലേ ഞാൻ 5ഓ 10ഓ എറിഞ്ഞ് രാമനാട്ടുകരയെന്ന് മസ്താനെ വരുത്തും. ആരാ? സാക്ഷാൽ മസ്താൻ. നീ എണ്ണിക്കോ കൃഷ്ണ, കൂടിയാൽ 2 ദിവസം, 2 ദിവസം മസ്താൻ വന്നിരിക്കും, ആ പയ്യനെ കണ്ടിരിക്കും. ആരുമില്ലാന്നാ തോന്നണേ. ഇവിടെ കാണേണ്ടതാണെന്നേ. ആഹാ, ഇങ്ങനെ പറ്റിയ കറവ് പൊളിഞ്ഞു പോവുമല്ലോ. ഏട്ടൻ കുളിക്കുക. ഏട്ടനോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി ഇങ്ങോട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അല്ലേ? അതെ അതെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. ഉം. 5000 ഉണ്ട്, ബാക്കി കാര്യം കഴിഞ്ഞിട്ട്. എന്താ ഇത്? ആദ്യം വാങ്ങ, കാര്യങ്ങൾ ഇയാള് പറയും. അതെ, ആദ്യം കാര്യം പറ. അവന്മാരെ ആശാൻ ഒന്ന് പെരുമാറണം. യവന്മാരെ? ആ മഹാലക്ഷ്മി ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും കിളി ചെയ്യും. അവന്മാര് എന്റെ കയ്യിൽ നിന്ന് 60,000 രൂപ പലിശയില്ലാതെ കടം വാങ്ങി ഇറങ്ങിയതാ മഹാലക്ഷ്മി ബസ്. തിരിച്ചു ചോദിച്ചപ്പോ ആദ്യം അവന്മാര് ചിരിച്ചു, പിന്നെ എന്നെ വിരട്ടാൻ തുടങ്ങി. ഇപ്പൊ വന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നത് പോലുമില്ല. നാട്ടുകാർ എന്റെ നേരെ തട്ടിക്കയറുകയാ. ഞാൻ കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിർത്താത്തെന്ന് പറഞ്ഞു. കാശോ പോട്ടെ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിക്കൂടെ? ആശാൻ അവന്മാരെ ഒന്ന് ചതയ്ക്കണം, അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിർത്തും. കാശ് വാങ്ങിയിട്ട് കണ്ട തെണ്ടികളൊക്കെ ഇടിച്ച് മര്യാദ പഠിപ്പിക്കാൻ ഞാൻ പോലീസുകാരനല്ല, വെട്ടുകാരനുമല്ല. ഇതുപോലുള്ള കരാറുകളൊന്നും വരുന്നതിന് വേണ്ട. അങ്ങനെ പറയരുത്.
ഈ കരയില് ഇങ്ങനൊരാൾ ആശ മാത്രമേ ഉള്ളൂ. ആശാൻ വാങ്ങിയാലും ഇല്ലെങ്കിലും ഞാനിതോടെ വെച്ചിട്ട് പോകും. പിന്നെ എന്നെങ്കിലും മനസ്സ് മാറി ബസ് സ്റ്റോപ്പിൽ നിർത്തിച്ച എന്റെ സന്തോഷത്തിന് ബാക്കി 5000 കൂടി ഞാനിവിടെ കൊണ്ട് തന്നിട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഏയ് ഇതെടുത്തിട്ട് പോണം മിസ്റ്റർ. ആശാനെ, ആദ്യമായിട്ട് കയറി വന്ന മഹാലക്ഷ്മിയാണിത്. പറഞ്ഞു വിടരുത്. ഭരത, ഇങ്ങനെ നീതി നിയമം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് വരുമ്പോഴേ വരത്തുള്ളൂ. എന്നാ നീ പോയിരിക്കെ. നിനക്കൊരു കാര്യം ചെയ്യാവോ? ആ കല്യാണ ബ്രോക്കറുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വരുന്നു എന്നൊന്ന് പറ. എന്താ വേണ്ടേ? കല്യാണം എന്നാ? ആരുടെ? എന്റെ പെങ്ങടെ, ശാരദയുടെ. അതിപ്പോ ഭരതം വന്ന് തിരക്കിയ തീയതി പറയരുതെന്ന് പത്മാക്ഷിയമ്മ പറഞ്ഞിട്ടുണ്ടോ? കൃത്യ തീയതി എനിക്കറിയില്ല. ചെക്കനെ അറിയുവോ? അറിയാം. ഏതാ? നമ്മുടെ വിജയ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജയനാ. വിജയൻ നല്ല പയ്യനാണോ? തങ്കപ്പെട്ടവൻ, അധ്വാനി, ഒരു ദുശീലവും ഇല്ല. എനിക്കറിയാവുന്ന പയ്യനാ. ഈശ്വര, എന്റെ കല്ലാള് പണി ഇതോടെ തീർന്നെന്നാ തോന്നുന്നു. എടി ഭാഗീരഥിയേ, ദശമൂലത്ത് 2 വായുകൂളി അരച്ച് പെട്ടെന്ന് കിടക്ക്. എന്നാത്തിനാ എല്ലാം കൂടി അങ്ങോട്ട് എഴുന്നള്ളിച്ചത്? ആ പത്മാക്ഷമ്മ അറിഞ്ഞ ഇനി അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. ഈശ്വര, ആരായി വിജയൻ? ഞാനാ. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ശാരദന്റെ പെങ്ങളാ. എനിക്കറിയാം. പക്ഷെ ഞാൻ കെട്ടാൻ പോകുന്നത് ഭാരതൻ എന്ന ഗുണ്ടയുടെ പെങ്ങളെയല്ല, വെട്ടുകാരന്റെ മകളെയല്ല, ശാരദയാണ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഗുണ്ടപ്പണി വെട്ടുമൊക്കെ ചന്തയില് എന്റെ അടുത്ത് കളിച്ച വെട്ടി നുറുക്കം ഞാൻ. നിന്നോട് ആര് പറഞ്ഞടാ ആ ചെറുപ്പക്കാരനെ പോയി കാണാൻ? എങ്ങനൊരു തെണ്ടി ശാരദയുടെ ചേട്ടനെന്നും പറഞ്ഞു എന്നിട്ട് ആ കല്യാണം എങ്ങാനും തെറ്റിപ്പോയി മൂക്കിക്കൂടെ അങ്ങ് വലിച്ചു കയറ്റി ഒന്ന് പോന്നല്ലേ. എന്ത് പറഞ്ഞടി? ദേ പൗഡർ ഇടുന്ന ഈ കൈക്കുണ്ടല്ലോ, അതിന് മണം മാത്രമല്ല ഗുണമുള്ളതാ. പലരും ചെയ്തിട്ടതാ അറിഞ്ഞിട്ടുമുണ്ട്. എന്റെ തള്ളേ, വെട്ടുകാരനാച്ചാ നിങ്ങളെ കെട്ടിയെടുത്തോണ്ട് നടന്നതേ നിങ്ങളെ കൈവം കൊണ്ടൊന്നും കണ്ടല്ല. ആ മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ട് അത് അയാൾ ചത്തു കഴിഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പിന്നെ ലോകസുന്ദരിയായ നിങ്ങളെ മോളെ കെട്ടാൻ പോകുന്നവനുണ്ടല്ലോ, ആ വർഷാപ്പി കൊട്ടുന്നവൻ, അവനെ ഭരതേട്ടനെ പോലെ ആണിയെന്ന് കണ്ടൂന്ന് വെച്ച് അവൻ ഒഴിഞ്ഞു പോണെങ്കിൽ അവനാണല്ല നിങ്ങളെ മോളെ അവന്റെ കൂടെ അയക്കാൻ. നീ അകത്ത് പോ. ചേട്ടാ, ഈ പെണ്ണുമ്പിളിയോട് രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു തലേ കയറും. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞാ ഞാൻ പോവാ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇനി ആ ചെറുക്കനെയോ എന്റെ മോളെയോ നീ കാണരുത്. അങ്ങനെ ഉണ്ടായാൽ പോലീസിൽ ഞാൻ പരാതി കൊടുക്കും. നിന്നെ കെട്ടിയെടുത്ത് അകത്തടിക്കും. ഓർത്തു, പത്മാശയെ വഷളാക്കിയാൽ മഹാവഷളം. ഭരത, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അത് ചെയ്തു തരൂ. മുസ്തഫാക്ക, കാര്യം പറയൂ. വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹം, നിന്റെ അച്ഛൻ ഉള്ളപ്പോ തൊട്ടേ ഞാൻ പറയുന്നതാ. ഇത്തവണ ഈ കോവിലില് ബാലസുന്ദരമൂർത്തിയുടെ കച്ചേരി നടത്തണം. എന്താ മുസ്തഫക്ക പറയുന്നത്? ബാലസുന്ദരമൂർത്തി ഇവിടെ വന്ന് പാടുകയോ? അതിനേക്കാൾ എളുപ്പം പൂവങ്കോഴിയോട് മുട്ടയിടാൻ പറയുന്നതാ. വയസ്സുകാലത്തെ ഒരു ആഗ്രഹം. ഈ പീറ കോളനിയില് ബാലസുന്ദരമൂർത്തി വരില്ല എന്ന് എനിക്കറിയാം. അതാണല്ലോ ഭരതനോട് പറഞ്ഞത്. ഇതെല്ലാം നിന്റെ ഇഷ്ടം. ഈ പീർ കോളനിയില് ബാലസുന്ദരമൂർത്തി വരുന്നു, പാടുന്നു. എന്തായാലും ഇവിടെ ഒന്ന് പാടിയാല് ആര് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾ ക്ഷണിക്ക്.